നമസ്കാരം. ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് ഇതുപോലെ തന്നെ ഒരാളുടെ സംശയമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് സംശയം എന്ന് പറയുന്നത് ഇത്തിരി ദൂരെയുള്ള ഒരാൾക്ക് ഒരു കുടുംബപരമായിട്ട് പൂർവികന്മാരായിട്ട് അവർക്ക് ചാത്തനെയും വിഷ്ണുമായനെയൊക്കെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കൊണ്ടുപോയിട്ടൊക്കെയാന്ന് തോന്നുന്നു. പണ്ട് കാലത്ത് അവരുടെ കാലത്ത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കുടിയിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ വലിയ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവർ അച്ഛൻ്റെ കാലത്തൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അതായ സമയത്ത് അവർക്ക് ഇപ്പോൾ അത് നോക്കാൻ പറ്റാണ്ടായപ്പോൾ അവർ ആരെയൊക്കെ കണ്ട് പ്രശ്നം വെച്ചൊക്കെ നോക്കി അതിനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഒഴുക്കികളെ എന്തൊക്കെയോ ചെയ്തു, അതൊക്കെ ചെയ്ത് ഒഴിവാക്കിയപ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത്. വിഷ്ണുമായയുടെ ദോഷം അവർക്ക് അനുഭവിക്കാൻ തുടങ്ങി, വിഷ്ണുമായ അവരെ നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാണത്. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് എന്താണ് പ്രശ്നം. ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം സ്വത്തും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല സമാധാനമൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ കാലത്തൊക്കെ അവർക്ക് അത് കൃത്യമായിട്ട് നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ മരിച്ചപ്പോൾ പിന്നെ നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളത് ഒഴിവാക്കി. എല്ലാം ശാസ്ത്രീയ പ്രകാരം തന്നെയാണ് ഒഴിവാക്കിയതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഏതൊക്കെ ഒരു അമ്പലത്തിൽ നിന്ന്, തൃശ്ശൂരുള്ള ഏതൊരു അമ്പലത്തിൽ നിന്നാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നൊക്കെ പറയണം. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നഷ്ടപ്പെട്ടു, അവർക്ക് ആകെ ദുരിതങ്ങളാണ്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാനുള്ളൊരു വഴി പലരുടെ അടുത്തും പോയി പലരും ജ്യോതിഷികളൊക്കെ പറയണതൊക്കെ വിഷ്ണുമായുടെ ദേഷ്യമാണ്, കോപമാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇത് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വിളിക്കുന്നത്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയുമല്ലോ. അപ്പോൾ ഇതിൽ തന്നെ അവരുടെ ചോദ്യത്തിലും തന്നെ ഉത്തരങ്ങളുണ്ട്. അത് അവർക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ തന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുമ്പോൾ അവർക്കല്ലല്ലോ, നിങ്ങൾക്കും ഇതുപോലെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയ പലർക്കും ഉള്ളൊരു സംശയങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇവരുടെ തലമുറകളായിട്ട് ഈ വിഷ്ണുമായനെ ഇവിടുത്തെ ഏതൊരു പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയി ആവാഹിച്ച് കൊണ്ടുപോയിട്ട് കുടിയിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവർക്ക് അതിൻ്റെ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടായി. അവരുടെ അച്ഛൻ്റെ ആ കാലശേഷം അവരത് നിർത്തി എന്ന് പറയണു. ഈ നിർത്തി എല്ലാം ജ്യോതിഷി ആരൊക്കെയോ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അതിൻ്റെ പറഞ്ഞ ക്രൈകളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും തെറ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അവസാനം ഇപ്പോൾ നോക്കുമ്പോൾ മുഴുവനും വിഷ്ണുമായിക്കാണ് കുറ്റം. വിഷ്ണുമായാണ് അവർക്ക് ദോഷങ്ങൾ വരുത്തിയെന്ന് പറയണേ. സത്യത്തിൽ അതല്ല. അതായത് വിഷ്ണുമായയുടെയും മറ്റുള്ളവരുടെയൊക്കെ ചൈതന്യം കൊണ്ടും അവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടായത്. അത് അവരെന്നെ അവരുടെ വായോണ്ട് തന്നെ പറയണം. അവർക്ക് അത്യാവശ്യം സ്വത്തും കഥകളൊക്കെ ഉണ്ടായി, നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നതെന്ന് അവരെന്നെ പറയുന്നു. ആ പറയുന്ന അവരുടെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അവരുടെ നഷ്ടങ്ങളൊക്കെ വന്നു. അതെന്താണ്ടായേ, വിഷ്ണുമായനെ ഒഴിവാക്കി വിഷ്ണുമായ പോയിപ്പോൾ വിഷ്ണുമായയുടെ കൂടെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ വിഷ്ണുമായ കൊണ്ടുപോയി. അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു. ചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ അതുവരെ ഉണ്ടായത്. ഇപ്പം ഞാൻ ആ ഓംകാരത്തിൽ നിന്ന്, എൻ്റെ തറവാട്ടിൽ നിന്ന് പോലും അല്ല ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഓംകാരത്തിൽ നിന്ന് ആവാഹിച്ചാണ് എൻ്റെ ഇത്. എൻ്റെ കാലശേഷം എൻ്റെ മക്കളത് നോക്കിയില്ലെങ്കിൽ ഞാൻ ഇത് മൂലം ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തുകളൊക്കെ നശിച്ചു പോവും. അതാണ്